ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലാണ്. പഞ്ചായത്തിൻ്റെ LDF പ്രതിനിധിയാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. പേര്? ഞാൻ ടി പവിത്രൻ. ആ. ഇവിടെ LDFൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് വരുവാണല്ലോ, എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ LDFൻ്റെ ഒരു ശക്തിദുർഗമായ ഒരു പഞ്ചായത്താണ്. അത് വെറുതെ ശക്തിദുർഗമായതല്ല. ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികൾ തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ട് മുന്നേറിയ ഒരു പഞ്ചായത്താണ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത്. അപ്പോൾ അതിൽ കുറേ ചരിത്രമുണ്ട്. ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിദുർഗം എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണത്തിന് ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയത്. അത് സഖാവ് KK അടിയോടി, കൂട്ട ഗോവിന്ദൻ മാസ്റ്റർ, പിന്നീട് മുകുന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരാണ് രൂപീകൃതമായതിനു ശേഷം മുഴുവനായിട്ടും LDF തന്നെയാണ് ഭരിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് തുടർച്ചയായി പഞ്ചായത്ത് ഭരണസമിതികൾ അധികാരം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ഒരു മുൻകൈയാണ് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ 2 തവണയായി 15 വാർഡും വിജയിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ LDF അധികാരം കൈയാളുന്നു. ഇത്തവണ 17 വാർഡായി. ഇത്തവണ 17 വാർഡ്. ഈ 17 വാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുന്നതല്ല, ജനങ്ങളുടെ ഒരു പ്രതികരണം വെച്ച് നോക്കുമ്പോൾ ഈ 17 വാർഡിലും തീർച്ചയായും LDF നല്ല വിജയം. BJP UDF ആരോപിക്കുന്നത് LDFൻ്റെ ഒരു അപ്രമാദിത്വമാണ് ഈ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് വികസനം മുരടിപ്പാണ് അവർ ആരോപിക്കുന്നത്. എന്തു പറയാൻ? BJP ഒരു ഭാഗത്ത് അപ്രമാദിത്വം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അപ്രമാദിത്വം എന്ന് അവർ വിശദീകരിക്കേണ്ടത്. കാരണം ജനങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ടുള്ള ഒരു അപ്രമാദിത്വം നമുക്കുള്ളൂ. ആ ജനകീയ പിന്തുണ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് നമ്മളെന്നുള്ളതുകൊണ്ടാണ്. BJP ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്താണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയില്ല. ജനങ്ങളുടെ ഇടയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കള്ളപ്രചാരവേല നടത്തിക്കൊണ്ട് മുന്നോട്ട് വരിക എന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ തവണ 2 വാർഡിൽ 2ാം സ്ഥാനത്തേക്ക് BJP എത്തി. അത് നമ്മൾ മനസ്സിലാക്കുന്നത് UDFും BJPയും തമ്മിലുള്ള ഫൈറ്റിങ്ങാണ്. അത് 2ാം സ്ഥാനത്താണോ 3ാം സ്ഥാനത്താണോ സഖ്യം എന്നാണോ ആരോപിക്കുന്നത്? സഖ്യമല്ല, 2ാം സ്ഥാനത്താണോ 3ാം സ്ഥാനത്താണോ എത്തേണ്ടത്. BJPയും UDFും തമ്മിലുള്ള മത്സരം വരുമ്പോൾ 1ാം സ്ഥാനത്ത് നമ്മളെന്തായാലും 1ാം സ്ഥാനത്ത്. അതുകൊണ്ട് 1ാം സ്ഥാനത്തെത്തല്ല. നമ്മൾ ജനകീയ പിന്തുണ പിന്തുണ കഴിഞ്ഞാൽ പിന്നെ BJPക്കോ കോൺഗ്രസിനോ അല്ലെങ്കിൽ UDFനോ ആണെങ്കിൽ അവരതിനനുസരിച്ച് മാറി വരും. അതല്ലാതെ മറ്റ് നമ്മളൊരു കുറവ് കൊണ്ട് UDF അല്ലെങ്കിൽ BJP 2ാം സ്ഥാനത്ത് വരുന്നതല്ല. ഇത്തവണ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രത്യേകത എന്താണ്? ഇത്തവണ 17 സീറ്റിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് 2 ദിവസം മുമ്പേ LDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോമിനേഷൻ നൽകി കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ആരവത്തോടു കൂടിയിട്ടാണ് നോമിനേഷൻ നൽകി. ജനങ്ങൾ വലിയ രീതിയിൽ പങ്കെടുത്തൊന്നുമില്ല. അപ്പോൾ നമ്മളെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ ഉള്ളത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് LDF എന്നുള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യുവജനങ്ങളുണ്ട്, മഹിളകളുണ്ട്, മുസ്ലിം ന്യൂനപക്ഷ മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പട്ടികവർഗ മേഖല കൂടിയുള്ളതാണ്. ഒരു പ്രദേശം അങ്ങനെ പന്നിയോട്, പറമ്പക്കാവ്, പൂഴിയോട് എല്ലാം തന്നെ പട്ടികവർഗ മേഖലയാണ്. ആ മേഖലയിൽ നിന്ന് തന്നെ 2 സ്ഥാനാർത്ഥികൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയുന്നതിന് വേണ്ടി കഴിയും. 2 സ്ഥാനാർത്ഥികൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ തികച്ചും ജനങ്ങളെ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് LDFന് അഭിമാനത്തോടു കൂടി പറയുന്നതിന്. ഘടകകക്ഷി വിഭജനം എങ്ങനെയാണ്? ഘടകകക്ഷി വിഭജനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ CPM CPI ആണുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ 15 സീറ്റുള്ളപ്പോൾ CPM 11ഉം CPI 4 സീറ്റും എന്നുള്ള നിലക്കാണ് മത്സരിച്ചിരുന്നത്. ഇത്തവണ നമ്മൾ CPM 12ഉം CPI 5ഉം അങ്ങനെ ആണ് സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള. ഇപ്പം പ്രചരണമൊക്കെ ഏത് ഘട്ടത്തിലേക്കാണ്? പ്രചരണം നമ്മൾ ആദ്യ റൗണ്ടിൽ തന്നെ മുൻകൈ നേടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 തവണ വീട് കയറി കഴിഞ്ഞു. ഒന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഒരു റൗണ്ട് വീട് കയറി കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നോമിനേഷന് മുമ്പായി എല്ലാ സ്ഥാനാർത്ഥികളും മിക്കവാറും എല്ലാ വീടുകളിലും ഒരു റൗണ്ട് കയറിയിട്ടുണ്ട്. എല്ലാ വോട്ടർമാരെയും കണ്ടു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല, പക്ഷേ വീടുകൾ കയറി ഇങ്ങനെ നോമിനേഷൻ കൊടുക്കുന്ന കാര്യവും സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യമെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് ഒരു റൗണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി
ഇപ്പൊ രണ്ട് പ്രായം കുറഞ്ഞതിൽ പിന്നെ ഏറ്റക്കുറച്ചിലോടുകൂടിയാണെങ്കിലും ഒന്ന് 11ാം വാർഡിലുള്ള ഒരു മോസീന, ഒരു ഡിവൈഎഫ്ഐ ഏകദേശം ഒരു യുവജന 30 വയസ്സ് ചുവടെയുള്ള കുറച്ച് പേരുണ്ട്. രണ്ടുപേരുണ്ട്. രണ്ടുപേരുണ്ട്. ഒന്ന് 3ാം നല്ല വാർഡിൽ അനുഭവ പരിചയമുള്ള ആൾക്കാർ വേറെയുണ്ട്. നല്ല അനുഭവ പരിചയമുള്ളതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് ഭരണവുമായിട്ട് മുന്നോട്ട് പോയവരുണ്ട്. ഉം. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നവരുണ്ട്. എല്ലാം ജനകീയമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരാണ് ഉം. ഈ മേഖലയിൽ പിന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നല്ല അംഗീകാരം ഇവർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. LDFനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഇത്രയും കാലം ഭരിച്ചത് LDF ആണ്. ഇനിയിപ്പോൾ ഈ മുമ്പോട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ അടുത്തേക്ക് വെക്കാനുള്ള കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ താല്പര്യം അല്ലെങ്കിൽ വലിയ പരിശോധനയും ഈ പഞ്ചായത്തിലെ LDF നടത്തുന്നുണ്ട്. കാരണം ഓരോ 5 വർഷം കൂടുമ്പോഴും പുതിയ പുതിയ പന്ഥാവിലേക്ക് നമ്മളെ വികസനം കൊണ്ടുപോകുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിൽ മുളച്ചു നിൽക്കുന്ന പല വികസന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഈ 5 വർഷം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പരിഹരിക്കപ്പെടേണ്ട ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പരിഹരിച്ചു തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നവും ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ജനങ്ങളോട് പറയുന്നുണ്ട്. എല്ലാ പ്രശ്നവും ഒറ്റയടിക്കൊന്നും പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ പരിഹരിക്കപ്പെടേണ്ട ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിനാവശ്യമായ പ്രകടന പത്രിക നമ്മളിപ്പോൾ 2 ദിവസം കൊണ്ട് പുറത്തിറക്കും. ആ പ്രകടന പത്രികയിൽ അടുത്ത 5 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കും. പഞ്ചായത്തിന്റെ ഏതായാലും ഒരു കാഴ്ചപ്പാട് എന്താണ്? ഏത് രീതിയിലൊക്കെ എങ്ങനെയൊക്കെ സമഗ്ര മേഖലയിലുമുള്ള പുരോഗതിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ആ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രാദേശിക ഗവൺമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സമഗ്ര വികസനം എന്ന് പറഞ്ഞാൽ താഴെ തലത്തിൽ വില്ലേജ് തലത്തിലടക്കമുള്ള ജനങ്ങളുടെ പുരോഗതി, ജീവിത പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഓരോ പ്രാദേശിക ഗവൺമെന്റുകളും അതിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കഴിഞ്ഞ 5 വർഷം ഭരിച്ച LDFന്റെ സംവിധാനം ഇത് കൃത്യമായി ആർജവത്തോടെ പ്രവർത്തിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റുമോ? തീർച്ചയായും അവകാശപ്പെടാൻ കഴിയും. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2020 അധികാരത്തിൽ വരുന്ന സമയത്ത് അന്നത്തെ പിന്നെ ഭരണസമിതി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ മിക്കവാറും ഏകദേശം 95% പൂർത്തീകരിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് വന്നു. അതെല്ലാം തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലഘുലയിൽ അതെല്ലാം പ്രതിപാദിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ബാക്കിയുള്ള പിന്നെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിന്റെ അണ്ടറിൽ തന്നെയുള്ള ഈ പോത്തിന്റെ കീഴിലുള്ള വാതക ശ്മശാനത്തിന്റെ കാര്യത്തിൽ ഒരേപോലെ തന്നെ UDFും BJPയും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മുടെ പഞ്ചായത്തിൽ ഒരു ശ്മശാനം, പൊതു ശ്മശാനം എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ വീട്ടുകാരും അതിനോട് യോജിക്കുന്ന നില വന്നു. നമ്മളൊരു വിറക് കൊണ്ടുള്ള അല്ലെങ്കിൽ പിന്നെ ചിരട്ട കൊണ്ട് ദഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശ്മശാനമാണ് ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു ഘട്ടം എത്തിയപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരുന്നു. അതായത് ഈ ശ്മശാനത്തിന്റെ ആ ഘട്ടത്തിൽ വേണ്ടത്ര വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ശ്മശാനത്തിന്റെ പരിസരം ഇപ്പോൾ 40ഓളം വീടുകൾ മിക്കവാറും അതിന്റെ പരിസരം വന്നു. അപ്പൊ അവർക്ക് ചില പ്രയാസങ്ങൾ, ഈ പുകശല്യം എന്നുള്ള പ്രശ്നം വന്നു. അത് യഥാർത്ഥത്തിൽ വസ്തുതയാണ് എന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കോടതിയുടെ കൂടി നിർദ്ദേശം വന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പിന്നെ തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന് പരിഹാരമാർഗം എന്താ? ശ്മശാനം എന്തായാലും വേണം. പരിഹാരമാർഗം എന്താ? അത് പുതിയ സംവിധാനത്തിലേക്ക് മാറുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ MLAയും അന്നത്തെ MLA EP ജയരാജൻ മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി MLA ഫണ്ട് അനുവദിക്കാം, വാതക ശ്മശാനാക്കി മാറ്റണം, ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത. അപ്പോൾ ശ്മശാനം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വാതക ശ്മശാനത്തിലേക്ക് പോയത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വാതക ശ്മശാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 4-5 വർഷമായി പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഫണ്ട് എത്താതെ പ്രശ്നം വന്നു, ഫണ്ട് വീണ്ടും അനുവദിച്ചു. ഇപ്പോൾ ഏകദേശം 1 കോടി രൂപയുടെ അടുത്ത് ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനം പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിയത്. അപ്പോൾ പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലെത്തി. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യേണ്ട ഡേറ്റ് തീരുമാനിച്ചു. അപ്രതീക്ഷിതമായിട്ട് കരണ്ട് ലഭ്യമാകുന്നതിന് ചില പ്രയാസം നേരിട്ടു. കരണ്ട് ലഭ്യമാകുന്നതിന് അത് അപ്രതീക്ഷിത, എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്ത് നീക്കുക. പക്ഷേ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചതുകൊണ്ട് തന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഇടയിൽ മോശമായ അഭിപ്രായം ഉണ്ടാവും. കെട്ടിട പണിയെല്ലാം പൂർത്തിയായി, മറ്റുള്ളതെല്ലാം തന്നെ പിന്നെ മിഷൻ സംവിധാനം എല്ലാം ഫിറ്റ് ചെയ്തതാണ്. കരണ്ട് ലഭിക്കേണ്ട ഒരു സാഹചര്യം മാത്രമേ ബാക്കിയുള്ളൂ. ഏതായാലും ഉദ്ഘാടനം മാറ്റേണ്ടതില്ല. 1 മാസം കൊണ്ട് കരണ്ട് എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ പ്രവർത്തനം തുടങ്ങാം എന്നുള്ള നിലയിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ആ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ നിലവിലുള്ള MLA ശൈലജ ടീച്ചറാണ്. വളരെ വ്യക്തമായി ടീച്ചർ വേദിയിൽ തന്നെ വെച്ച് കരണ്ട് കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസമുണ്ട്, അത് അടുത്ത ദിവസം തന്നെ
ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുണ്ടാവും എന്നടക്കം MLA യും പഞ്ചായത്ത് പ്രസിഡന്റും വിശദീകരിച്ചാണ്. ഇപ്പൊ ചില ആക്ഷേപങ്ങളുമായിട്ട് BJP-യുടെ അന്ന് ആ ചടങ്ങിൽ BJP-ന്റെ പ്രതിനിധികൾ അതുണ്ട്. പങ്കെടുത്തു. അതെ. UDF-ന്റെ ആൾക്കാർ അത് UDF-ന്റെ ബഹിഷ്കരിച്ചു. UDF-ന്റെ ആളുകൾ ബഹിഷ്കരിച്ചത് അവർ അന്ന് കണ്ടിട്ടില്ല. ബഹിഷ്കരിച്ചതെന്നുള്ള പ്രഖ്യാപിച്ചതായിട്ട് കണ്ടില്ല. അവർ തന്നെ പറയുന്നുണ്ട് അത്. അതെ. അതുകൂടാതെ BJP-ന്റെ അതൊരു പ്രക്ഷോഭമായിട്ട് രംഗത്ത് വരികയും ചെയ്തു. അതെ, അവര് പ്രക്ഷോഭമായിട്ട് വന്ന് BJP-യുടെ പ്രതിനിധി തന്നെ ആ വേദിയിലുണ്ട്. അവര് ആശംസ അർപ്പിച്ചുകൊണ്ടാണ് അതിൽ പിരിഞ്ഞു പോയത്. അങ്ങനെയാണെങ്കിൽ അവർ എന്തെങ്കിലും എതിർപ്പിന്റെ അവർ പ്രകടിപ്പിക്കണം. ചടങ്ങിൽ പങ്കെടുത്ത് ആശംസ അർപ്പിച്ചു. അപ്പൊ യഥാർത്ഥത്തില് വികസനത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ്. അതെ, അങ്ങനെ ആകാൻ സാധ്യത. അപ്പൊ എന്താ ധരിച്ചതെന്ന് അറിയില്ല. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി ആരെയും കബളിപ്പിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോയത്. ജനങ്ങളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. അപ്രതീക്ഷിതമായി കരണ്ട് കിട്ടുന്നതിൽ ചില കാലതാമസം ഉണ്ടായി. അതുകൊണ്ട് ഉദ്ഘാടനം മാറ്റേണ്ടതെന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയത് മാത്രമാണ്. അടുത്ത ദിവസം തന്നെ അത് കരണ്ട് ലഭ്യമായി പ്രവർത്തനം ആരംഭിക്കും. ഇപ്പൊ എന്താണ് നിലവിലെ അതിന്റെ സ്ഥിതി? ഇപ്പൊ അതിന്റെ കരണ്ടിന്റെ താമസം എന്ന് പറഞ്ഞാൽ 3 ആഴ്ച കൂടി വേണമെന്നാണ് ഇപ്പൊ പറയുന്നത്. അത് 3 ഫേസ് ലൈന് കൂടി വലിക്കേണ്ടതാണ്. പഞ്ചായത്ത് അതിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു കഴിഞ്ഞു. അതിന് പിന്നെ KSEB അവരുടെ നടപടികളുമായിട്ട് വരണ്ട. അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് പ്രവർത്തന സജ്ജമാവും. എന്തായാലും ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് നടപ്പിലാകരുത് എന്നുള്ള ആഗ്രഹം ഉണ്ടോ എന്ന് പറയുകയില്ല ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക്. കാരണം ആവശ്യമല്ലേ, നമ്മള് പിന്നെ വലിയ വെളിച്ചത്തോ അല്ലെങ്കിൽ തില്ലങ്കേരിയോ പോയിട്ട് ദഹിപ്പിച്ചാൽ മതി. ഈ പഞ്ചായത്തിലെ ജനങ്ങളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ സംസ്കരിക്കുന്ന ഒരു സൗകര്യമൊന്നും വേണ്ടതില്ല എന്നുള്ള ആഗ്രഹമാണോ അവർക്ക് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ മുടക്കം വരുത്താനുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രചരണമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇതിൽ കഴമ്പില്ല. മറ്റെന്തൊക്കെ കാര്യമാണ് LDF-ന് മുന്നോട്ട് പോകാനുള്ളത്? നമ്മുടെ പഞ്ചായത്തിൽ പിന്നെ കുറെ മേഖലകൾ, ഇപ്പോൾ പട്ടികവർഗ മേഖലയുണ്ട്. പട്ടികവർഗ മേഖല എന്ന് പറഞ്ഞാൽ 600-ന് മേലെ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ആ കുടുംബങ്ങൾക്കുള്ള യാത്രാ ക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇക്കഴിഞ്ഞ അവർക്കിടയിലും ഇപ്പം പരാതികളുണ്ട്. അവർക്ക് പുറമേ കാണുന്ന വികസന പ്രശ്നങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ, വികസന കാര്യങ്ങൾ. അപ്പോൾ അവരും വലിയ മാറ്റം വന്നു അവരിൽ. അപ്പോൾ അവർക്കും വികസനത്തോട് വലിയ പിന്നെ കാഴ്ചപ്പാട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ചിട്ട് വനമേഖല ആയതുകൊണ്ടുള്ള കുറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് പഞ്ചായത്തിന്. ഇപ്പൊ ഈ കഴിഞ്ഞ പന്നിയോട് പോലെയുള്ള ഒരു സ്ഥലത്ത് പിന്നെ ഒരു കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് മരത്തിന്റെ മുകളിൽ കയറി വീണ സംഭവമൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്, ആ കോവിഡിന്റെ ടൈമിൽ. ആ സമയത്ത് തന്നെ അത് പിന്നെ കേരള വിഷന്റെ പിന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷനൊക്കെ സൗജന്യമായിട്ട് കൊടുത്തിട്ട് നമ്മളും കൂടെ അതിനകത്ത് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ വികസിപ്പിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടി പഞ്ചായത്ത് ഏത് രീതിയിലാണ് ഇടപെട്ടത്? പഞ്ചായത്ത് ഇപ്പോൾ അവരുടെ ഗതാഗത പ്രശ്നം പ്രധാനപ്പെട്ട കാര്യമായിട്ട് മുമ്പ് ഉന്നയിച്ചാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് ഗതാഗത നിരവധി റോഡുകളുണ്ട്. റോഡ് ഗതാഗത യോഗ്യമാക്കിയ മേഖല ഒന്ന് പൂഴിയോട്, പന്നിയോട്, പറമ്പുക്കാവ് മേഖല. ഇപ്പൊ അടുത്ത 2 ആഴ്ച മുമ്പാണ് ചെന്നപ്പൊയിൽ മേഖലയിൽ ഒരു 41 ലക്ഷം റുപ്യ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു പിന്നെ 750 മീറ്ററോളം ദൂരം വരുന്ന ഒരു കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ചെയ്തത്. അത് പ്രധാനപ്പെട്ട അതിന്റെ ഒരു 2 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. അതെ, അപ്പൊ അതുകൂടി ആയാൽ വലിയ രീതിയിൽ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. അപ്പൊ ആ നിലയിൽ പിന്നെ അവിടെയുള്ള വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയ ഒരു ഭരണസമിതിയാണ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ഭരണസമിതി. അപ്പം അതുകൊണ്ട് തന്നെ അത് പിന്നെ അവിടുത്തെ ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് വികസന പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ നമ്മൾ മുഴുവൻ ചെയ്തു എന്ന് പറയുകയില്ല. ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി അടുത്ത് അവിടെ വനമേഖലയിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വനമേഖലയിൽ ഇപ്പോൾ റോഡ് ടാർ ചെയ്യുന്നതിന് വേണ്ടി പണം നീക്കി വെക്കുമ്പോൾ പിന്നെ വനം വകുപ്പിന്റെ അനുമതി കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അന്നേരം താമസിച്ചു പോവുക, പിന്നീട് അത് മാറ്റി പ്രൊജക്റ്റ് മാറ്റി കോൺക്രീറ്റ് റോഡിനാക്കി മാറ്റുക, അതിന് ചില നിയമ പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെ താമസിച്ചു പോകുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ അവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈഫൈ സംവിധാനം ഇതെല്ലാം പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെല്ലാം ഏർപ്പാട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വീടുകൾ ഇപ്പോൾ ഇത്തവണ നമ്മൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നത് മിക്കവാറും എല്ലാ പട്ടികവർഗ മേഖലയിലുള്ള കുടുംബങ്ങൾക്കും വീടായി എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇനി വേണ്ടത് വീടിന്റെ സൗകര്യം മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിനാവശ്യമായ പ്രഖ്യാപനം നമ്മളിപ്പോ ഈ പ്രകടന പത്രികയിൽ നടത്തുന്നുണ്ട്. എല്ലാ വർഷം പോലെയുള്ള പ്രകടന പത്രിക തന്നെ ആയിരിക്കുമോ? എല്ലാ വർഷം പോലെ ഉള്ളതെന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലുള്ളത് മോശമാണെന്ന് നമുക്ക് അറിയുകയില്ല. പക്ഷേ നടപ്പിലാക്കുന്നതിനുള്ള നമ്മൾ പറയുന്നതല്ല, അതായത് നമ്മൾ ഈ തദ്ദേശ സഞ്ചാരം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതെ. അപ്പൊ അതിൽ ഈ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ, രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആൾക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതെ. അപ്പൊ അതിൽ എത്രത്തോളം ഇടപെടൽ നടത്താൻ പറ്റും പഞ്ചായത്തിന് എന്നുള്ളതാണ്. അതായത് ഇപ്പോ ഇത്തവണ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലഘുലേഖ
വീടുകളിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തത് 95% പ്രഖ്യാപിച്ച കാര്യങ്ങൾ ചെയ്തതിന്റെ വിശദവിവരങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതിനകത്തുണ്ട്. അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളാ പ്രഖ്യാപിക്കുന്നു പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇനി എന്താണ് അടിസ്ഥാന പ്രശ്നങ്ങളുള്ളത്, അന്ന് കുറഞ്ഞു പോയ സാധനങ്ങളൊക്കെ അതെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റിന്റെ കൂടി സഹായത്തോട് കൂടിയിട്ടുള്ള ഇടപെടലാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളെ പഞ്ചായത്തിൽ 4200ഓളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട്, ഗവൺമെന്റിന്റെ സഹായം. പക്ഷേ പഞ്ചായത്ത് പരമാവധി അർഹതയുള്ള ആളുകൾക്കെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. 148 ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ആൾക്ക് വീട് അനുവദിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ 108 കുടുംബങ്ങളെ അഗ്രിമെന്റ് വെച്ച് പണി പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ളവരെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 148നും അഗ്രിമെന്റ് വെച്ചു. 108 വീടിന്റെ പണി പൂർത്തിയായി. ഇപ്പൊ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്ത്, നമ്മളെ പഞ്ചായത്ത് പ്രഖ്യാപിച്ചപ്പോൾ 33 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 33 കുടുംബങ്ങൾക്കും എന്നാണ് ആവശ്യം, അവരുടെ അതിദാരിദ്ര്യം പരിഹരിക്കുക. അതിനാവശ്യമായ പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് അവരെ അതിൽ നിന്ന് കരകയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പഞ്ചായത്തിലുള്ള പരമാവധി പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, അവർക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള ഇടപെടൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. അതിന് വിമർശനം ഉന്നയിക്കുന്നവരെ തള്ളിപ്പറയാനും LDF തയ്യാറല്ല. വിമർശനം ആർക്കും ഉന്നയിക്കാം. ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വികസന പ്രശ്നമായിരുന്നു വട്ടോളിപ്പുഴ പാലം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. വട്ടോളിപ്പുഴ പാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സമീപ പഞ്ചായത്തുകളിലെല്ലാം വ്യത്യസ്തമായി പുഴയിലെടുക്കലെ പാലം ഉണ്ടാവും. ഏറ്റവും തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഒരു പാലമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പന്നിയോട് മേഖലകളിൽ അങ്ങനെയുള്ള പാലങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. പന്നിയോട് മേഖല വനമേഖല ആയതുകൊണ്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോ കൂട്ടകോയന്ന മാഷ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ചെറിയ പാലം, അതായത് ജീപ്പ് കൊണ്ട പാലം, അതിന് പകരമാണ് ഇപ്പോൾ നമ്മളെ ഈ വെള്ളപ്പൊക്ക സമയത്തടക്കം ഉണ്ടാകുന്ന ഈ വലിയ രീതിയിലുള്ള ഓവർഫ്ലോ പാലത്തിന്റെ മുകളിലോട്ട്. അപ്പൊ അതടക്കം പരിഗണിച്ചുകൊണ്ട് ഉയർന്ന പാലമാക്കി മാറ്റി. അതിന് ചില സാങ്കേതിക തടസ്സം വന്ന പാലം പരിഹരിച്ച് അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മാനന്തേരി മൊടപ്പത്തൂർ റോഡ്, അത് മൊടപ്പത്തൂർ പാലം കഴിഞ്ഞ് പിന്നെ കോളിയാട് മാലൂർ പഞ്ചായത്തിലാണ്, പിന്നെ പേരാവൂരേക്ക് എത്തുന്ന എളുപ്പവഴിയാണ്. അത് ഇതിൽ വട്ടോളിപ്പുഴ അങ്ങനെയാണ്. അപ്പോൾ അതിനിപ്പോൾ 7 കോടി രൂപ ഈ കേരള ഗവൺമെന്റിന്റെ നവകേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിഷയത്തിന്റെ നിർദ്ദേശമായിട്ട് വന്നതിൽ അതിന് പരിഹാരം നിലക്ക് പണം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 പഞ്ചായത്തുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ്, അതിന്റെ വികസനം തീരെ അബദ്ധത്തിലാണ്, അല്ലെങ്കിൽ അത് ഗതാഗത യോഗ്യമല്ല എന്നുള്ള പരാതി ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഈ ചെള്ളത്തുവയൽ, ഈ പാട്യം പഞ്ചായത്തും ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ, 2 പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ബ്ലോക്ക് പഞ്ചായത്താണ് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ പ്രവർത്തനത്തിന് അപ്പോൾ അത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിലാണെങ്കിൽ ചിറ്റാരിപ്പറമ്പ് ഹൈസ്കൂൾ ചെള്ളത്തുവയൽ റോഡ്, ആ റോഡിന് ഇപ്പോൾ ചെറിയ പ്രയാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ റീത്താർ പണം നീക്കി വെച്ചിട്ട് ടെൻഡർ നടപടികളായതാണ്. പക്ഷേ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ തുടർച്ചയായ മഴ, ഏപ്രിൽ മാസം തുടങ്ങിയ സമയത്ത് തന്നെ മഴ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ 5 മാസമായിട്ട് മഴയായതുകൊണ്ട് തന്നെ നിർത്തിവെക്കിയത്. ഇപ്പോൾ അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഡ്രെയിനേജിന്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് പഞ്ചായത്തിന്റെ അണ്ടർ തന്നെയാണ്. പഞ്ചായത്തിന്റെ അണ്ടറിൽ ചെയ്യുന്നതാണ്, സ്കൂളിന്റെ കുറച്ച് അപ്പുറം വരെയുള്ള ഭാഗം. അപ്പൊ അത് കാലാവസ്ഥന്റെ പ്രശ്നം കൊണ്ട് മാത്രം താമസിച്ചു പോയതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോട് അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് ആരോപണം. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഏപ്രിൽ മാസം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പഞ്ചായത്ത് കരാറുകാരെ ഏൽപ്പിച്ച അന്നേരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ യഥാർത്ഥത്തില് കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ തുടർച്ചയായ മഴയായതുകൊണ്ട് ടാറിംഗ് വർക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളെ പഞ്ചായത്ത് തന്നെ ഏകദേശം 18ഓളം റോഡുകൾ സ്പിൽ ഓവർ വർക്ക്, കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ ബാക്കിയുള്ള വർക്ക് ഏപ്രിൽ മാസം ചെയ്യേണ്ടിയിട്ട് നടപടി നീക്കിയിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തവണ 41ഓളം റോഡുകൾ ടാർ ചെയ്യുന്നതിന് വേണ്ടിയും റീതാർ ചെയ്യുന്നതിന് വേണ്ടിയും പണം നീക്കി വെച്ച് കരാറുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ കാലാവസ്ഥ ക്ലിയർ ആകുന്ന മുറക്ക് നിർബന്ധമായും ചെയ്യേണ്ടതാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഈ ഗതാഗത പ്രശ്നത്തിനെല്ലാം പരിഹാരമാവും. പിന്നെ നമ്മളെ പഞ്ചായത്തിലുള്ള മറ്റുള്ള പഞ്ചായത്തുകളെ പോലെ തന്നെ ഈ ജലജീവൻ മിഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ട് പിന്നെ റോഡിന്റെ സൈഡ് വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൈപ്പ് ലൈൻ ഇട്ടതിന് ശേഷം അവർ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ചില കാലാവസ്ഥകൾ ഉണ്ടാകുന്നത് പഞ്ചായത്തിന് പ്രയാസം ഉണ്ടാക്കി. അതാണ് പ്രശ്നം. അത് നമ്മൾ ഇപ്പൊ രാഷ്ട്രീയം പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നില്ല. ഈ ജലജീവൻ മിഷന് കൊടുക്കേണ്ട ഫണ്ട് കേന്ദ്ര സംസ്ഥാന സംയുക്ത പ്രോജക്റ്റാണ്. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അവർ കരാറ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്തിന്റെ വർക്ക് നടത്തുക ചെയ്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്.
ഇതിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്തിന് ഇടപെടാനുള്ള അധികാരമുണ്ട്. പഞ്ചായത്ത് ഈ നമ്മളെ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല, കേരളത്തിൽ ഉടനീളം ഈ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. അതായത് മൊത്തത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട്. ഗ്രാമീണ റോഡുകൾ സംബന്ധിച്ച് എന്താണ് പഞ്ചായത്തിന്റെ ഗ്രാമീണ റോഡുകൾ ഇപ്പറഞ്ഞൊരു പ്രശ്നം നമ്മളെ അത് നമ്മളെ പഞ്ചായത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കറിയാം. കാരണം വെച്ചാൽ എല്ലാ വീടുകളിലും അടുത്ത ഒരു 5-6 മാസം കൊണ്ട് കുടിവെള്ളം എത്താൻ വേണ്ടി പോവുകയാണ്. എല്ലാ വീടുകളിലും. അത് ഒറ്റപ്പെട്ട വീടുകൾ ചിലപ്പോൾ അവരെ എതിർപ്പ് കൊണ്ടോ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാട്ടോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് നമ്മളെ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ. ചില വർഷങ്ങളിൽ വലിയ രീതിയിൽ കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാകുന്ന വീടുകൾക്ക്, മേഖലകൾക്ക്. അപ്പോൾ അവിടെയെല്ലാം തന്നെ വലിയ രീതിയിൽ വാഹനത്തിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാട് ഉണ്ടാക്കലുണ്ട്. ഇനി അങ്ങോട്ട് അത് വേണ്ടി വരില്ല. കാരണം വെച്ചാൽ കൃത്യമായിട്ട് കുടിവെള്ളം വീടുകളിൽ എത്തിക്കാൻ മിക്കവാറും എല്ലാ വീടുകളിലേക്കും ടാപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് 6 മാസത്തിനുള്ളിലായിട്ട് അത് കമ്മീഷൻ ചെയ്യുന്ന മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് റോഡ് സൈഡ് റൂട്ടാണ് ഇതെല്ലാം പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് സൈഡ്. അത് പുനർനിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ജൽജീവന്റെ മിഷന്റെ കരാർ എടുത്തവരാണ് ചെയ്യേണ്ടത്. അതിനുശേഷം പഞ്ചായത്തിന് ചെയ്യാൻ പറ്റൂ എന്നുള്ള ചില പ്രയാസം ഉള്ളത് കൊണ്ട് താമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്കത് അങ്ങനെയല്ല വേണ്ടത്. അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് നന്നാക്കുക വേണ്ടത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും അവരെ ഒരു അഭിപ്രായം തന്നെയാണ്. വെള്ളം വെളിച്ചം പാർപ്പിടം അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇക്കാര്യത്തിലെല്ലാം വെള്ളത്തിന്റെ കാര്യം ചെയ്യുന്നുണ്ട്. വെളിച്ചത്തിന്റെ കാര്യത്തിൽ നമ്മള് ഈ പഞ്ചായത്ത് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയുള്ള നിലാവ് പദ്ധതി, ആ നിലാവ് പദ്ധതിയുടെ ഭാഗമായി വ്യാപകമായിട്ട് ഇപ്പോൾ പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ ഈ ഏകദേശം ഇത്തവണ തന്നെ 29 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ലൈൻ വലിച്ചിട്ടുണ്ട്. അതായത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് എത്തിക്കാൻ നിലക്ക്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ലൈറ്റ് വന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതെല്ലാം ഇനി അങ്ങോട്ട് വരേണ്ടതാണ്. അതായത് നമ്മൾ ഇത്രയും കാലം നമ്മൾ തന്നെ പിന്നെ ഈ പഞ്ചായത്ത് രൂപീകരിച്ച് ഈ കാലം വരെ LDF തന്നെയാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം മാത്രമാണ്. അതുകൊണ്ട് വികസനം നടപ്പായില്ല എന്നുള്ളതാണ് ഇരു കക്ഷികളും ആരോപിക്കുന്നത്. അവരിപ്പോ നമ്മൾ തുടർച്ചയായി ഭരിക്കുന്നത് കൊണ്ടുള്ള നമ്മൾ സാധാരണ പറയുമ്പോൾ ഒരു കണ്ണുകടിയോ അസഹിഷ്ണുതയോ അതെല്ലാം നമുക്ക് പറയാൻ വേണ്ടി കഴിയും. യഥാർത്ഥത്തിൽ നമ്മളെ പഞ്ചായത്തിന്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളാണ് യജമാനന്മാർ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത് അതിന് പരമാവധി ഭരണ നടപടികൾ നീക്കുക, അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക, അതിന് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നാണ് ഈ പഞ്ചായത്തിലെ LDFന്റെ ഭരണസമിതി ഉദ്ദേശിച്ചത്. ഇനി അങ്ങോട്ടുള്ള 5 വർഷവും ജനങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമയ പ്രവർത്തകരായി ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതി അംഗങ്ങൾ ഉണ്ടാവും. ഈ നമ്മുടെ പ്രധാനപ്പെട്ട ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പിന്നെ ടൗണുകളിൽ ഈ ശൗചാലയം ഇല്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്. അത് ഒരു തരത്തിൽ അത് ആരോപണമാണ്. കാരണം വെച്ചാൽ ശൗചാലയം എല്ലാ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും വേണം എന്നുണ്ട്. പക്ഷേ പഞ്ചായത്ത് ഇപ്പോൾ 3 പട്ടണങ്ങളിൽ ഒരു 4-5 തവണ പഞ്ചായത്ത് പണം നീക്കി വെച്ച് നമ്മളതിൻ്റെ പദ്ധതി രേഖ നോക്കിയാൽ മനസ്സിലാവും. എല്ലാ ആളുകളും പങ്കെടുക്കുന്ന വികസന സെമിനാറിൽ അംഗീകരിക്കുന്ന മാനന്തേരി സത്രം, ചിറ്റാരിപ്പറമ്പ്, കണ്ണവോ ശൗചാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം നീക്കി വെക്കും. പക്ഷേ സ്ഥലം കിട്ടുന്നില്ല, സ്ഥലം ലഭ്യതയുടെ പ്രശ്നം. പക്ഷെ ഇപ്പോൾ അതിന് പരിഹാരം കുറെ കണ്ട്. ഇപ്പോൾ കണ്ണവൻ ടൗണിൽ ടേക്ക് എ ബ്രേക്ക് വലിയ നിലയിൽ 1ാമത്തെ നിലയുടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രൗണ്ട് വർക്ക് കഴിഞ്ഞ് 1ാമത്തെ നിലയുടെ പണിയെടുത്തുകൊണ്ട് മുമ്പേ സാധ്യമായി. ചിറ്റാരിപ്പറമ്പ് ടൗണിൽ പിന്നെ പരിമിതമായ തോതിലാണെങ്കിലും ഒരു ശൗചാലയമുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനപരമായ ആവശ്യമാണ്. സ്ഥലം ലഭ്യമില്ലാത്ത പ്രശ്നം വന്നപ്പോൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ആക്കിയിട്ടുണ്ട്, ഒരു ചെറിയ രീതിയിലുള്ള ശൗചാലയം. അപ്പോൾ ആ രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിനനുസരിച്ച് ആയെന്ന് വെച്ചാൽ സ്ഥലം ലഭ്യമാകാത്തതിന്റെ പ്രശ്നം അവിടെയുണ്ട്. ഇത് എത്രയോ വർഷങ്ങളായിട്ട് പിന്നെ ആരോപിക്കപ്പെടുന്ന ഒരു ആവശ്യകതയാണ്. അപ്പോൾ അത് പരിഹരിക്കുക തന്നെ വേണം. അതിന് പഞ്ചായത്ത് ഓരോ തവണയും ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തവണയും അതിന്റെ സജീവമായ ഇടപെടൽ നടത്തും. നമ്മൾ മറ്റ് പഞ്ചായത്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട ടൗണൊക്കെ സൗന്ദര്യവൽക്കരണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഈ പോത്തിൻ്റെയുള്ള പ്രദേശത്താണ് അത് ചെയ്തതെന്ന് തോന്നുന്നു. ചിറ്റാരിപ്പറമ്പ് ടൗണ്, കണ്ണവും, മാനന്തേരി അതൊക്കെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അപ്പോൾ അതിലിപ്പോൾ ഈ ടൗണ് സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു വികസന സ്വപ്നം തന്നെയാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്ന കുറേ വികസന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടുള്ള ചില ഇടപെടലാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് റോഡ് വികസനമാണ്. അതാണ് മുടപ്പത്തൂർ റോഡിന് ഗവൺമെന്റിന്റെ ഇടപെട്ടുകൊണ്ട് 7 കോടി രൂപ. ഇപ്പോൾ വട്ടോളിപ്പുഴ പാലം നമ്മൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പിന്നെ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് ഊന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് പഞ്ചായത്തിന് മാത്രം ഫണ്ടല്ലല്ലോ. പഞ്ചായത്ത് അതിന്റെ ശുപാർശ കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ചിലപ്പോൾ അതിന് ഫണ്ട് അനുവദിക്കും. പക്ഷെ നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് വേണ്ടത് പാലവും റോഡും
വികസിപ്പിക്കുക എന്നില്ല. അതാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്തിയ പരിഗണന നൽകി. അതാണ് ഗവൺമെന്റ് നിർദ്ദേശമായിട്ട് കൊടുത്തത്. അടുത്ത സ്റ്റെപ്പ് എന്നുള്ളവർക്ക് കണ്ണവം, ചിറ്റാരിപ്പറമ്പ്, മാനന്തേരി പട്ടണങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ MLA തന്നെ അതിന് മുൻകൈ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സമീപ ഭാവിയിൽ തന്നെ ഈ 3 പട്ടണങ്ങളും പിന്നെ സൗന്ദര്യവൽക്കരിക്കുന്ന നിലയിലേക്ക് വരും. ഈ നമ്മൾ ഈ മാനന്തേരി പോലത്തെ പ്രദേശങ്ങളൊക്കെ പാർട്ടിയുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഈ പിന്നെ വലിയ വെളിച്ചത്തൊക്കെ വരുന്ന ഈ മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഏത് രീതിയിലാണ് പഞ്ചായത്തിന് ഇടപെട്ടിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയത്? അതിലിപ്പോൾ വരുന്നത് വെച്ചാൽ ഈ വലിയ വെളിച്ചം വ്യവസായ വികസന കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്തിന്റെ ഒരു അതിർത്തിയിൽ വരുന്ന മേഖലയാണ്. പക്ഷെ അതിന്റെ പൂർണ്ണമായും നിയന്ത്രണം വ്യവസായ വകുപ്പിനാണ്. വ്യവസായ വകുപ്പ് നമുക്ക് മനസ്സിലായതുപോലെ ഏകജാലക സംവിധാനത്തിലൂടെയാണ് അവിടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത്. പഞ്ചായത്തിന് പ്രത്യേകമായിട്ടുള്ള ചുമതല അവിടെയില്ല. അവർ പഞ്ചായത്ത് അനുവദിച്ചാൽ ഇല്ലെങ്കിലും അവർ അനുമതി വ്യവസായ വകുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വ്യവസായ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. ജനങ്ങൾക്ക് പ്രശ്നമുണ്ട്. ആ ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പമാണ് ഇവിടുത്തെ പാർട്ടിയും LDF പഞ്ചായത്ത് ഭരണസമിതിയും. കാരണം വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാകുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർന്നു വരും. ആ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വ്യവസായ കേന്ദ്രങ്ങൾ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുക, അതാണ് ഈ ഭരണസമിതി, പഞ്ചായത്ത് ഭരണസമിതി ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്ന് പിന്നെ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് വ്യവസായ കേന്ദ്രം ഇല്ലാതാക്കാൻ കഴിയില്ല. വ്യവസായ കേന്ദ്രം എന്ന് പറഞ്ഞാൽ വ്യവസായ വളർച്ചാ കേന്ദ്രം, അത് നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന കാര്യങ്ങളടക്കം ഉള്ളതാണ്. ഇപ്പോൾ വലിയ വെളിച്ചത്ത് തന്നെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന, ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ മാസ വരുമാനം എത്തുന്ന സ്ഥാപനങ്ങളടക്കമുണ്ട്. ഇപ്പോൾ മരിയൻ അപ്പാരൽ, അത് 1200ഓളം പിന്നെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനം. അതിൻ്റെ അവിടെയുള്ള യൂണിയൻ്റെ പ്രസിഡന്റാണ് ഞാൻ. അവിടെ ആ തൊഴിലാളികളുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെയാണ് അവരുടെ ആ പ്രദേശവാസികളുടെ അവകാശം. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രദേശവാസികളുടെ പിന്നെ ഈ അവരുടെ ആരോഗ്യ പ്രശ്നത്തിന് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന നിലയിലേക്ക് ഈ വ്യവസായ സ്ഥാപനങ്ങൾ വരുമ്പോൾ നമ്മളതിനെതിരാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ അവിടെ ഉയർന്നു വരുന്നത് വെച്ചാൽ അവിടെ മിക്സിംഗ് പ്ലാന്റ്, താർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ താർ മിക്സിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഘട്ടത്തിൽ വലിയ പുകശല്യം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള താർ മിക്സിംഗ് പ്ലാന്റ് ആണ് ഉണ്ടായിരുന്നത്. ആ താർ മിക്സിംഗ് പ്ലാന്റ് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് തന്നെ പറഞ്ഞു മോഡേൺ ആയിട്ടുള്ള താർ മിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കണം. പല സ്ഥാപനങ്ങളും ഇപ്പോൾ അങ്ങനെ അതിലേക്ക് പോയി. അതുകൊണ്ട് പുകശല്യം ഇല്ലാത്ത നിലയിലേക്ക് വന്നു. പക്ഷേ ചില സ്ഥാപനങ്ങൾ പഴയ മട്ടിലുള്ളത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാവുമൂല, അരീക്കര, തൊണ്ടിലേരി മേഖലകളിൽ തന്നെ ഈ കാർബണിന്റെ വലിയൊരു പിന്നെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അത് ജനകീയ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തോടൊപ്പം തന്നെയാണ് നമ്മൾ ഇവിടുത്തെ പഞ്ചായത്ത് LDF നമ്മൾ അതിനെ പരമാവധി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്ന കഴിയില്ല. ഇപ്പൊ ഗവൺമെന്റും പൂട്ടിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണം. ആ നിലയിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇടപെടലാണ് നടത്തുന്നത്. അതേസമയം ഈ കാമൂല മേഖലയിൽ അല്ലെങ്കിൽ വലിയ വെളിച്ചം മേഖലയിൽ ചിലത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിലുള്ള പ്രചരണം നടക്കുന്നത്. അതായത് വ്യവസായ കേന്ദ്രമേ പാടില്ല. യഥാർത്ഥത്തിൽ അവിടെയുള്ള ആളുകൾ അങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായും അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്. അതിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. അത് വ്യവസായ കേന്ദ്രം ഉള്ളത് കൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള വസ്തുതയാണ്. അപ്പൊ അതിന് പരിഹാരം ആ നിലയിൽ തന്നെ കാണണമെന്നാണ് പരിഹാരം ആ പ്രദേശവാസികൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് നമ്മളുള്ളത്. കാരണം നമ്മൾ ജനങ്ങളുമായിട്ട് ദൈനംദിനമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നുള്ള ആൾക്ക് ജനങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രശ്നമല്ലേ. അപ്പോൾ ശാശ്വതമായ പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതാ, നമുക്കും അഭിമാനമാണ്. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഏതായാലും പിന്നെ വലിയ ആവേശത്തിലാണ്. ഭരണ തുടർച്ചയുണ്ടാവും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ. ഭരണ തുടർച്ച മാത്രമല്ല, 17 സീറ്റും നമ്മൾ തന്നെ ഇത്തവണയും ഭരിക്കും. ഞാനത് എടുത്തു ചോദിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ചോദിച്ചത്. അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് സീറ്റിലും ഇത്തവണയും. അതായത് 15 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ. അതെ. ഇപ്പൊ 2 സീറ്റ് കൂടി. 2 സീറ്റ് കൂടി. 17 സീറ്റിലും വിജയം. 17 സീറ്റിലും ജനങ്ങൾ ഇപ്പൊ തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ 17 വാർഡുകളിലും ജയിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഇപ്പൊ തന്നെ അത് രംഗത്ത് വന്ന് ഇപ്പൊ കഴിഞ്ഞ 17-ാം തീയതി നടന്ന 15-ാം തീയതി നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വലിയ ജനമുന്നേറ്റമായിരുന്നു. അപ്പോൾ ആ നിലയിലേക്ക് ജനങ്ങളാകെ ഇറങ്ങുന്ന നിലയിലേക്കാണ് വരുന്നത്. LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കില്ല. അവരെല്ലാം ഒരു കാഴ്ചപ്പാടുണ്ടാവും, ആരാണ് ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പോൾ അവർ മത്സരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടാവും. പിന്നെ അല്ലാതെ മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന്
ഈ നിർദ്ദേശിച്ച അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കുക ചെയ്യാം. അപ്പം LDFിൻ്റെ പ്രതിനിധിയാണ് ചിറ്റാരിപ്പറമ്പിലെ LDFിൻ്റെ പ്രതിനിധിയാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത്. നന്ദി. ഏതായാലും ഒരു വിജയാശംസം കൂടി നേരുകയാണ്. ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി കാണാം. നമസ്കാരം.